നമ്മളിപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഗോകുൽ എസ് രാജിൻ്റെ വീട്ടിലേക്കാണ്, AKA പിങ്കി. അപ്പോൾ നമ്മൾ 3ാമത്തെ നിലയിലെത്തി. ഹെൽമെറ്റ് വെച്ച് കൂടിയെല്ലാം പിങ്കി. Let's ring the bell. ഇപ്പോൾ വന്നിട്ട് തെറി വിളിക്കും, കയറി പോന്നാൽ പറയാൻ നിനക്ക് ചോദിച്ചു. ആദ്യം വന്ന് തെറി വിളിച്ചു. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വാതിൽ തുറന്ന് കയറിക്കണം, അല്ല ബെല്ലൊക്കെ അടിച്ചോണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ചുമ്മാടാ എന്താടാ എന്താ നിന്റെ ബെല്ലടിക്കല്ലോ നീ വീണ്ടും തൊട്ട് താഴെ വന്നിട്ടല്ല വിളിച്ചേ. ഞാൻ പറഞ്ഞ ഇതിന്റെ അകത്തുണ്ടല്ലോ ഇവിടെ ഉച്ചയ്ക്ക് മനുഷ്യന്മാർ കിടന്ന് ഉറങ്ങുന്നതാകട്ടെ. പെട്ടെന്ന് കല്യാണം കഴിച്ചു പറയുന്നില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ പിങ്കിയുടെ നമ്മുടെ സ്വന്തം വണ്ടി. അപ്പൊ നമ്മൾ നേരെ ജോയലിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. നീ അപ്പോട്ടനെ കൂട്ടണം, അതിനെ കൂട്ടുന്നു നേരെ. അത് തന്നെ കൊണ്ടാ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനം വീട്ടിലേക്ക് മേടിക്കാണ്ട്. അതെ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ജോയലിനെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ജോയലിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഫെഡറൽ ബാങ്ക് ഇടപാട് സൂര്യചാണ് ഊരി പോന്നാണോ? സൂര്യചേട്ടനാണ് വണ്ടി പാസ് ചെയ്ത് കണ്ടു പുള്ളിനെ കടത്തി വിട്ടേ അല്ലേ, ഇടിച്ചു വല്ലവന്. അപ്പൊ നമ്മുടെ ജോയൽ അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് അവനെ കൂട്ടി ഈ തെണ്ടാൻ ഇറങ്ങാം. കാണാമോ ഹലോ 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 ബേബി. അതേ കയറി ഇരിക്കല്ലേ, ഇതേ കയറി ഇരിക്കരുത്, അതേ കയറി ഇരിക്കരുത്. ഇതേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കടം കൂടും, പിന്നെയും കൂടും. ഹലോ ഗൈസ്, എന്തോ ഒരു പ്ലേറ്റ് അവനോൻ കൊണ്ടുവരാൻ പറഞ്ഞു. എടാ ആ സാധനം ഇവന്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടേക്കും. നിന്റെ മറ്റേ പ്ലേറ്റാ എവിടെ വീട്ടിൽ ഇരിക്കണം? നിന്റെ കൊണ്ടേ തന്നായിരുന്നു ഞാൻ ആ സാധനം. സെൻസർ ചെയ്യേണ്ടി വരൂല ദൈവമേ. എടാ കാര്യം ആ സാധനം എന്റെ കയ്യിൽ ഇരിപ്പില്ല. ഓടാ എന്റെ ഇരിപ്പില്ല, നീ കൊണ്ടുപോയിട്ട് വേണ്ടി തിരിച്ചുകൊണ്ട് തന്നില്ല. അതാ പിന്നെ നമുക്ക് തല്ലി തീരുമാനിക്കാം. നോക്കി കള്ളപ്പത്തി. എടാ ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഇരിപ്പില്ല ആ സാധനം. നീ കൊണ്ടേ കളഞ്ഞ്. അന്നാ ഞാൻ കൊണ്ടേ കളഞ്ഞാണ്. അയ്യോ ഞാൻ കൊണ്ടേ കളഞ്ഞു. കള്ളപ്പന്നി. തല്ലുന്നൊക്കെ തീരുമാനിച്ചൊക്കെ കൊള്ളാം. വണ്ടിയുടെ വെളിയിൽ കിടന്ന് തല്ലിക്കോണം. ഇതിന്റെ അകത്തൊരു കളിയും നടക്കത്തില്ല കേട്ടോ. എടാ മറ്റേ ട്രൈപോഡിന്റെ ആ പ്ലേറ്റ് ആണോ DSLR വെക്കണേ? അത് എന്റെ അടുത്തുണ്ടെന്നേ. അത് അവന്റെ അടുത്ത് തന്നെ. അല്ല ഇവ കൊണ്ടുപോയിട്ട് അവനത് ഉപകരിക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഒരുത്തൻ ഗൊറില്ലാപ്പോട് കൊണ്ടുപോയി. ഗൊറില്ലാപ്പോട് മറ്റേ സാധനം ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, നീ എടുത്തോ. എടാ പ്ലേറ്റ് ഇല്ലാതെ ഞാൻ എന്തിനാണ് എടുക്കണേ? അതല്ല പറഞ്ഞ പ്ലേറ്റ് വേണമെന്ന് എനിക്ക്. എനിക്ക് ഗൊറില്ലാപ്പോട് വേണ്ട. അവന് ചോറുണ്ടാൻ. അയ്യോ പ്ലേറ്റില്ലേ, പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മേളിൽ മറ്റേ ഗൊറില്ലാപ്പോടിന്റെ മേളിലുള്ള ആ മറ്റേ മൗണ്ട് ഇല്ലേ, അത് വെച്ചിട്ട് അതിന്റെ മേളിൽ ഫോൺ വെക്കണം. അതാണ് സംഭവം. ഗൊറില്ലാപ്പോടിന്റെ മേളിലുള്ള മൗണ്ട് വെക്കണം. ആ മൗണ്ട് വെക്കും എന്നുവെച്ചാ പിരിക്കലാണ്. ഇങ്ങനെ ഇപ്പൊ കറക്കി 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 വെക്കത്തില്ലേ? ഒരു സാധനം കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളത്തില്ല. എല്ലാം കൊണ്ടും നമ്മൾ ഷാഡോ ആർട്ടിസ്റ്റ് ആവണം. എന്റെ മേത്ത് മൊത്തത്തിൽ എന്റെ ബ്രാൻഡ് എനിക്ക് നിറച്ച് വെക്കണം. രണ്ട് ടാറ്റു അടിക്കണ. ടാറ്റു അടിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു ലോഗോ ആക്കിയിട്ടുണ്ട്. ഇത് പെർമനന്റ് അല്ല, ടെമ്പററി. നമ്മൾ ആദ്യം പിന്നെ അങ്ങോട്ടേക്കാ കാഴ്ചയിലേക്കാണോ? നീ എന്നാ നിനക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മളൊരു കണ്ടന്റ് എടുക്കണം. ഇപ്പൊ എന്നെ ചുമ്മാ ഇറങ്ങിയതാണോ ഇപ്പൊ ഈ കണ്ടേ? അല്ല നിന്നെ വിളിക്കണ്ടേ? അതല്ല, സ്ഥലം ചുമ്മാ ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലമാണോ ചൂസ് ചെയ്തേക്കണേ പോവാൻ? എങ്ങോട്ട് പോവാൻ? അല്ല ഈ ഉറപ്പാറയ്ക്ക് കൊണ്ട് വന്നിട്ടേ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ പോണോ? ഇല്ല പറഞ്ഞു ഉറപ്പാറയ്ക്ക് പോകുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ ഡോമി തന്നെയല്ലേ? പറയില്ല, അങ്ങനെ മാറ്റി പറയണം. നീ പറയുന്ന പോലെ നീ ചിലത് മാത്രം കള്ളമായിട്ട് പറയണേ. ചിലത് നമുക്ക് മാറ്റാനാത്ത ചില സത്യങ്ങൾ. വാഴക്കുളത്തുനിന്ന് ഇറങ്ങിയിട്ട് ജോയലിനെ കിട്ടിയ വഴിന്ന് കിട്ടിയ വഴിന്നോ? എന്നതാടാ മലയാളമൊക്കെ മാറി പോവാണല്ലോ. എന്നെ വഴിന്ന് കേറ്റി വണ്ടിക്കകത്തേക്ക്. അപ്പം ഇനി നേരെ ആദ്യം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പൊ ഷോപ്പിങ്ങിന് പോവാം. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കാർട്സിലേക്കാണ് പോകുന്നത്. കാർട്സിൽ പോയി ബീഫ് മേടിക്കണം. ബീഫ് മേടിക്കാനൊന്നും അല്ലടാ. ഈ ഉച്ചക്ക് ആരടാ ബീഫ് കട തുറന്ന് വെച്ചിരിക്കുന്നേ? ഒരു മാസം 15,000 രൂപ ബീഫ് കയറ്റുന്നവനാണ് ഈ 15,000 രൂപയ്ക്ക് എത്ര കിലോ ബീഫ് കിട്ടും നിനക്കറിയാവോ? എത്ര കിലോ കിട്ടും പറഞ്ഞു? 1 കിലോയ്ക്ക് നീ 500 രൂപ തൊട്ട് 500 താഴെ ഉള്ളൂ. 30 കിലോ. എടാ 15,000 രൂപ കൂടിപ്പോ 5,000 രൂപ. 5,000 രൂപ ബീഫ്.
ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മള് പബ്ലിക് ആയിട്ട് ഷെയർ ചെയ്യരുത്. നീ ഇത്രയും നല്ല ഡയറ്റിലേക്ക് എത്ര നല്ല ഡയറ്റ് ബീഫ് എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് വന്ന് തിന്നും. എടാ കൊളസ്ട്രോൾ നിന്റെ അമ്പും കൂടെ മറ്റേന്ന് പറഞ്ഞോണ്ട്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ കൊളസ്ട്രോൾ ഇപ്പൊ എത്ര? 400 എന്നോടാ ഇത്? 400 ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ അവിടെ ചെക്ക് ചെയ്തപ്പോ നോർമൽ ആ റേഞ്ചിലായിരുന്നു. നോർമൽ എത്രയാ? ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കണ്ടത്. ഓ ടെൻഷനായി. ഗൂഗിൾ ചെയ്ത് നോക്കിയാ മതി. അതായത് ആ വീട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാന്നൊക്കെ. നോർമൽ കൊളസ്ട്രോൾ. എടാ നേടാ നമ്മുടെ വണ്ടി പോണു. ഏത് വണ്ടി? നെക്സോൺ EV. ഇത് വണ്ടിയാണ്. കളിയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം നെക്സോൺ EV. ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ട, ഡീസൽ അടിക്കണ്ട, കറണ്ട് കുത്തിയിട്ടാ മാത്രം മതി. 200. ഇതിന്റെ ഓഡോമീറ്റർ കാണിച്ചാ 200 ആണ്. അതിന്റെ അടിയില് 80-86 എഴുതിയിരിക്കുന്നുണ്ടോ? 80,000 കിലോമീറ്റർ ഓടിയെന്നാ. അതിനകത്ത് 60,000 നമ്മളാ ഓടിച്ചേക്കണം. നമ്മള് ഈ പോണ വാക്കണ്ടല്ലോ അത്. അതിന് പച്ച സത്യം. ഞാനെന്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ നെക്സോണിന് റോട്ടിൽ കൂടെ പോകുന്നതിനേക്കാൾ താല്പര്യം ഞങ്ങള് വണ്ടിക്ക് തിരിയുന്ന ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞങ്ങള് വണ്ടിക്ക് ചുമ്മാ വണ്ടി അവിടെ ഓഫ് ചെയ്തിട്ടിട്ട് അല്ല ഓണാക്കി വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നാലും മതി. ഇവനതാ താല്പര്യം. എന്തൊക്കെയാണ് പറയുന്നേ? ഇതൊക്കെ ഞാനിനി കട്ട് ചെയ്ത് മാറ്റണ്ടേടോ. സൂര്യയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോകുമ്പോ നീ കട്ട് ചെയ്യൂല. അതിനകത്ത് എന്തോ ഒരു കട്ടായിരുന്നാ 10-40 കട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ അല്ലാതെ കട്ട് ചെയ്യുന്നത്. എന്റെ പൊന്നെ നമ്മൾ when it's come to girls, Muthappa is a different person. You understand? That's why people call me Koli. Rajan Koli. അല്ലട ഗൊപ്പൻ. അല്ല കോളേജ് വെച്ചിട്ട് അങ്ങനെ ഒരു പേര് കിട്ടിയതിന് പേരിനെ നമ്മൾ അനർത്ഥമാക്കണല്ലോ. അതെ അനർത്ഥമാക്കണോന്ന് എന്നും പറഞ്ഞ് ഞാൻ എന്റെ പേര് ഇടിവെട്ട് സുഗുണം എന്നായിരുന്നു. അതിന്റേതായിട്ടുള്ള വല്ല ഗുണവും ഞാൻ കാണിക്കുന്നു ഇല്ല. അതിനൊരു കഴിവ് വേണോ? ആ കഴിവ് ഇവരില്ല. ആ പേരുള്ളവന്മാരൊക്കെ എന്നാ കഴിവ് പ്രൂവ് ചെയ്യാനാ? ഇടിവെട്ട് സുഗുണം കുടിച്ചീർത്തി ഒരു ഇടി ഇവിടെ ഒരു വെട്ടും. ആ വെട്ടം എല്ലാവർക്കും ഉള്ളതല്ലേ? ഇതല്ല, ഇത് കുറച്ച് മേള. ഓ കുറച്ചത് മേളിലാണ്. ഇവരത്രയും മൊക്കല്ല. എന്റെ ആ വെട്ടിന്റെ സ്ഥാനത്ത് ജിത്തുവിന്റെ മറ്റേ പുറവായിരിക്കും ചാൻസ് ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്യണല്ലോ. കട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? കിട്ടോ? കുഴപ്പമില്ല. അല്ലെങ്കിൽ സോയാബീന്റെ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാല് ഇത് എപ്പ ബാൻ കിട്ടുമെന്ന് കണ്ടറിയാം. ഇത് സോയാബീനിലേക്ക് മൂത്താപ്പയ്ക്കാണല്ലോ. സംവിധാനങ്ങൾ കൂടുതലാണല്ലോ. ഒരു കാലം കൂടയിലേക്ക് കൊടുക്കുവാണ്. ഇത് കൊള്ളാലോ പരിപാടി. ഗോപ്രോ മാറി കൊടയോ? ഇത് ഗോപ്രോ ഏതാ? 11 ഗോപ്രോ 10 ബ്ലാക്ക്. 10 ബ്ലാക്ക്. ഓ ഓക്കെ. ബ്ലാക്ക് ഒക്കെ എടുത്ത് ജിത്തു റേസിസ്റ്റ് ഉണ്ടായി. എന്താ നമ്മുടെ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കണ്ടേ? ഓക്കെ, ഇന്ന് നമ്മുടെ ഒരു സ്പോൺസർ ഉണ്ട്. നമ്മുടെ ഗോപ്രോ സ്പോൺസർ ചെയ്തേക്കുന്നത് തൊടുപുഴയിലുള്ള സ്കൈ മൊബൈൽസ് ആണ്. എനിക്കൊരു ഗോപ്രോ ഉണ്ടായിരുന്നു, ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക്. ആ സാധനം ഒരു ദുർബല നിമിഷത്തിൽ അടിച്ചുപോയി. അതെ, ഞാൻ എവറസ്റ്റ് ഉണ്ടായതിനാണ് ആ സാധനം ഉപയോഗിച്ചു. 2 കൊല്ലം വേണ്ട. അങ്ങനെ നമ്മൾ കാർട്സിൽ എത്തിയിരിക്കുകയാണ്. കാർട്സിൽ നിന്ന് നമുക്ക് എന്താണ് മേടിക്കാനുള്ളത്? നെയ്, മുട്ട, പിന്നെ ഇപ്പൊ സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? നെയ് നിനക്ക് റംബൂട്ടാൻ സീസൺ അല്ലേ? ആണോ? റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പിന്നെ ഏതെങ്കിലും വല്ല ഏത്തപ്പഴോ ഞാലിപ്പൂവനോ അടച്ചട പോലെ. വണ്ടി അപ്പുറത്തേക്ക് മാറ്റിയിടാം. കട്ട് ചെയ്തു. നമ്മള് വണ്ടി കൊണ്ടുപോയിട്ട് ഇനിയിപ്പോ സാധനം മേടിച്ചിട്ട് വരാം. അതെ, ഇനിയിപ്പോ നെയ്യും മുട്ടയൊക്കെ മേടിച്ചിട്ട് വരാം. മുട്ടയും നെയ്യും മേടിക്കാം. ക്യാഷ് ഉള്ളവർക്ക് എന്ത് പോവാലോ, അല്ലാത്തവർക്ക് അഞ്ഞും പേര് മേടിക്കും. അതെ, പണമുള്ളവൻ പുട്ടു തിന്നുമ്പോൾ പണമില്ലാത്തവൻ പൊടിവാരി തിന്നുന്നു. ഹലോ ഗൈസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. കമോൺ, നമുക്ക് പോയിട്ട് വരാം. ഇപ്പൊ അടിച്ചാലാണ് അടുത്ത ദിവസത്തേക്ക് സെറ്റ് ആവത്തുള്ളൂ. അടുത്ത ദിവസം ഒരു പരിപാടിയില്ല. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ആ സമയത്ത് അടിക്കും. ആദ്യം നല്ല വിലക്ക് വന്നായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ പിങ്കിക്ക് വേണ്ടിയിട്ട് ഈ മുട്ട സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിരുന്നില്ല എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പോമിഗ്രാനറ്റ് ഉണ്ട്, ചെറിയ തക്കാളി ഉണ്ട്. അല്ലല്ല, ചെറിയ തക്കാളി. പേര് ദൈവം.
കണ്ട ബാക്കി തന്നെ വായിക്കാണ്. കഴിഞ്ഞ ദിവസം പക്ഷെ ജോസഫിന് തക്കാളി പനി അല്ല ജോലി നീ ഓർക്കുന്നുണ്ട്. പിന്നല്ലേ എന്റെ സ്വന്തം അനന്തരവരാ എന്റെ പൊന്നെ. തക്കാളി എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിന്നം കത്തും. ഉള്ളോട്ടെ, ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എനിച്ചാറാ വേണം വേണം വേണം. എന്നാ മീറ്റ് ഇവിടെ കാഴ്ചക്കാർ ഇറങ്ങി ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരും. മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് ആയിരിക്കില്ലേ? ബീഫ് അച്ചാറോ? അച്ചാർ ബീഫ് സ്റ്റീഫ് അച്ചായ എന്നൊക്കെ പറയുന്നത്. ബീഫ് അച്ചാർ രണ്ടും ഒരേ റൈമിംഗ്. സ്റ്റീഫ് അച്ചായൻ, ബീഫ് അച്ചാർ. ഗോകുലസ് രാജ് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. എണ്ണ എന്റെ പേരില് നിന്റെ പേരില് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഗോകുല് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാട്സ് ആണ് തൊടുപുഴയില് ഏറ്റവും നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള സാധനം ഞാൻ പറയില്ല, പക്ഷെ ഇവരുടെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, വിഷം കുറവായിരിക്കും. ഓക്കെ. A2 എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയോ? മറ്റേ ഒരു ബ്രീഡ് ഓഫ് പശു അല്ലേ? ബ്രീഡ് ഓഫ് പശു അല്ല. ഈ പശുവിന്റെ പാലിലുള്ള പ്രോട്ടീൻ 2 ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉള്ള പശു എന്ന് പറഞ്ഞാൽ മറ്റേ ജേഴ്സി HF ഒക്കെ ആണല്ലോ. അത് നമ്മൾ വെളിയിലുള്ള ബ്രീഡായിട്ട് ക്രോസ് ചെയ്തെടുത്ത സംഭവമാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് പശുക്കളുണ്ട്. കുറെ വെച്ചൂര് അത് ഇത് ആ ഗീർ പശു ഒക്കെ ഉണ്ടല്ലോ. അവരുടെ പാല് ജനറലി കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന നെയ്യ് കുറച്ചുകൂടെ പ്യൂർ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കഴിച്ചു നോക്കിയിട്ടുള്ള എലമെന്റ്സ്. ഇതിന് എത്ര റേറ്റ് എത്രയാണ്? നമുക്ക് അഫോർഡബിൾ ആണെന്ന് നോക്കട്ടെ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് ആണ്. വായിക്കറിയില്ല. 595 രൂപ ഈ ബോട്ടിൽ. എടാ നല്ല സാധനങ്ങളൊക്കെ എപ്പോഴും നല്ല വില ഉണ്ടായിരിക്കും. അതെ അതെ, വെറുതെ ഇവന് വിലയില്ല. പച്ച വെളിച്ചെണ്ണ, പച്ച കവറല്ലേ നോക്കി. പച്ച വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെ ഉള്ളിലത്തേത് പച്ച കളറായിരിക്കും. അല്ല, പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത തേങ്ങ ഉണ്ടാക്കുന്ന സാധനമാണ്. എന്തിനാലേ അത് പച്ചവെള്ളത്തിന് കളറില്ല, പച്ച വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞ കളർ. അങ്ങനെ ശരിയാവും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ആ വെള്ളയിലേക്ക്. ജോയിൽ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സനാസ് കളക്ഷനിലെ അവർ വിളിച്ചു കഴിഞ്ഞത്തേനും അവർക്ക് എഡിറ്റിങ്ങിന്റെ പാഠങ്ങൾ സന്നിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. അവന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കും. എന്നാ ഡെഡിക്കേഷൻ? എടാ ജോലി ചെയ്തു, അവിടെ നമ്മൾ റിട്ടയർ ആയിട്ടും അവന്റെ എഡിറ്റിംഗ് മാസ്റ്റർ ക്ലാസ് അവൻ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഭയങ്കരമായ ആള്. പണിയെടുക്കാറില്ല എന്നുള്ളത് വേറെ. ഓക്കെ, അതെ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, സ്വന്തമായിട്ടൊന്നും ചെയ്തില്ലെന്നുള്ളൂ. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞു. സാധനമൊക്കെ മേടിച്ചു, പൈ തിരിച്ചു പോകണം. യെസ്. ഒരു മുട്ടയ്ക്ക് 9 രൂപ. ദൈവമേ, നാടൻ മുട്ടയാണ്. നമ്മുടെ വാഴക്കുളത്ത് അവിടെയൊക്കെ നാടൻ മുട്ട വീടുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 6 രൂപയൊക്കെ ഉള്ളൂ. 6 അല്ലെങ്കിൽ 7 രൂപ അത്രയൊക്കെ ഉള്ളൂ സാധാരണ. പോവാം. അങ്ങനെ നമ്മള് ഇവിടുന്ന് പരിധിയൊക്കെ തീർത്തിറങ്ങി. ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറയണമല്ലോ. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഏതാ അടുത്ത സ്ഥലം? ഇനി അങ്ങോട്ടേക്കാ? ഇതാണ്, എനിക്കൊന്നും അറിയത്തില്ല. സാധാരണ ഇവന്മാരൊരു കോള് വരും. ഒരു കോള് വന്നിട്ട് ജോയലെ ഫ്രീ ആണോ? ആ എന്നാ ശരി. ഇത്ര ഉള്ളു വർത്താനം, ഇത്ര ഉള്ളു. വണ്ടി തുറക്കാനാ? ഈ പട്ടണല്ല അതിന് തുറന്നേ. ഞാൻ പുറത്തേക്കൂടെ കയറണം. എടാ ചിത്തു സീറ്റ് ഇച്ചിരി കയറ്റിയറ. ചെവി അതെ, എനിക്കത് നമ്മള് കണ്ണി കുത്തണം. വീഡിയോ ആയിരുന്നു. ഓണാക്കുമ്പോ പറയണത് ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് എന്നെ കണ്ണി കുത്തണ ഓമന കൂട്ടാന്ന് വിളിക്കാൻ പറ്റും. നീ എന്നെ പറയുന്നത് കേട്ടു.
നമ്മള് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞതിനും ചെന്ന് എടുക്കാൻ ഓർത്ത്. അപ്പൊ നമ്മള് ഏതൊരു സ്പോർട്സിന്റെ കടയിൽ ചെന്നിട്ട് അവരോട് ചോദിക്കണം ഒരു വീഡിയോ എടുക്കാനാണ്, ജസ്റ്റ് ഒരു സാധനങ്ങളൊക്കെ തരാവോന്ന്. നമുക്കൊന്ന് പോയിട്ട് വരാം. കിക്ക് ബോക്സിംഗിന്റെ ഒക്കെ സാധനങ്ങളുള്ള കടയിൽ പോകണം. അല്ല, കിക്ക് ബോക്സിന്റെ സാധനം ഒന്നുണ്ട്, ഒരു ഗ്ലൗവും തലയിരുന്ന ഹെൽമെറ്റും വന്ന സാധനം മാത്രം കിട്ടിയാൽ മതി. എടാ അത് കിക്ക് ബോക്സിന്റെ ഒരു തൊഴി കൊടുത്തു കഴിഞ്ഞാൽ കിക്ക് ബോക്സിംഗ് ആവില്ലേ? നീ പറഞ്ഞേ അല്ല ഉമ്മ കൊടുത്തേ കിക്ക് ബോക്സിംഗ് ആവോ? ഞാൻ 2010 മുതലേ ബിസിനസ് ക്ലാസ്സിലേക്ക് പോകുന്ന കേട്ടോ. എനിക്ക് ആ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ നമ്മള് നേരെ കറങ്ങി തിരിഞ്ഞ് പീസ്റ്റീഡ് ജിമ്മിലെത്തി. നമുക്ക് അവിടെ നമുക്ക് എന്താണ് ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കണേ? ഞാൻ എന്താ ഭയങ്കര ഡാർക്കായിട്ടിരിക്കണം? ഈ ഡാർക്കൊന്നും അല്ല, ഞാൻ കണ്ണടിയിലിട്ട് നോക്കി. എടാ അതല്ലടാ, എടാ അത് വെള്ള ടീഷർട്ട് സ്റ്റെപ്പ് കാണിച്ചടാ. ആ മതി, വാ പോ. കോസ്റ്റ്യൂം ചേഞ്ച് ക്യാമറ ജോയിലെ കാണിച്ചല്ല. അപ്പൊ നമ്മൾ ജിമ്മിൽ കയറി. ജോയില് വർത്താനം പറയില്ല, പെട്ടെന്ന് തീരട്ടെ എന്നിട്ട് ഇറങ്ങിപ്പോ. അതല്ല ഷൂ ഇല്ലടാ. ഷൂട്ടിന്റെ പ്രിപ്പറേഷൻ നടക്കുവാണ് ഗൈസ്. അത് മതി മതി. ഇതും മതിടാ. ആദ്യമായിട്ടൊന്നല്ലേ ഇവന്മാരോട് എപ്പോ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കണ്ടിട്ട് ഫിറ്റ്നസ് സെന്ററിലാണ് നമ്മള്. ഇന്നത്തെ ഷൂട്ട് ഇവിടെയാണ്. പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സൂംബ നടത്തുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. വരുന്നുണ്ടോ നീ? നിന്റെ ഗ്ലൗസ് എന്റെ ഗ്ലൗസ് പിടിച്ചോ. അങ്ങ എന്നാ അതല്ലേ ഇതാ ഇത് ഞാനടാ. ഞാനല്ലേ പഠിപ്പിക്കുന്നത്. കോച്ച് പഠിപ്പിക്കുന്ന കോച്ചിന് ഗ്ലൗസ് വേണ്ടേ പഠിപ്പിക്കാൻ? ആ ജിത്തു പറയുന്നത് അതായത് അഭിനയിക്കുന്നത് ഞാനും ഗോകുലുമാണ്. പക്ഷെ ക്യാമറമാനാണ് ഗ്ലൗസ് വേണമെന്നാ പറഞ്ഞേക്കണേ. ഒന്നും മനസ്സിലാവോ? മൂക്കിങ്ങനെ ഇടി കിട്ടും. മൂക്കിങ്ങനെ പിടിക്കുന്ന ഇടി കിട്ടും. മൂക്കിന് ഇടി കിട്ടും. ഇടി കിട്ടുമ്പോഴത്തേനും നീ അവിടെ പോയി ഇരിക്കണം. ചന്തിക്കത്തേക്കാണ് ഫോൺ എടുത്തത്. അതിന്റെ പോക്കറ്റിലേക്ക് ഇടും. നീ കൊണ്ടേ കളയണ്ട. കൊണ്ടേ കളയണ്ട. അമ്മ നമ്മളെ പേടിച്ച് ഇറങ്ങിപ്പോയതാ. അതായത് നീ ഒരു വീഡിയോ കൊടുക്കുന്നു. വീഡിയോ അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നീ ഇരുന്നിട്ട് വാട 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 ഇങ്ങനെ അടിച്ചാൽ മതി. അങ്ങനെ അടിച്ചത് സാധനം ഇട്ടാ മതി അതിന്റെ കൂടെ. ഓക്കെ, സംഭവം മനസ്സിലാക്കാം. ഇങ്ങനെ അടിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടുന്നതാ. അങ്ങനെ അടിച്ച തോമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഇങ്ങനെ അടിക്കാൻ ഓക്കെ എങ്ങനെ അടിക്കാം?
ഓക്കെ വീഡിയോ തെച്ചോ കൊണ്ടോ അത് കൈ മാത്രത്തിനുള്ളിൽ എങ്ങനെ ചാവാറുണ്ടല്ലേ മറന്നാ ഒന്നൊന്നര പാക്കിൽ ഓക്കെ നീ ഇങ്ങനെ കണ്ണാച്ചിട്ട് ഇങ്ങനെ അത് സംഭവം മനസ്സിൽ ഒന്ന് മനസ്സിലാക്കാതെ നോക്ക് ഓക്കെ ഓക്കെ പാൽ കുടിക്കണോ ആ ഓക്കെ കുടിക്കണമെങ്കിൽ പോലെ ഓക്കെ ഓക്കെ സാധനം കാല് കാല് കാലം കാലം കാല് നോക്കിയിട്ടുണ്ടോ സൈഡിലേക്ക് നേരെ അത് കാണിച്ചാൽ മതി ഏറ്റവും നല്ലതാ പിന്നിങ് ഓക്കെ ഒന്നര കാലം ആ ഓക്കെ ഓക്കെ ഓഫാണ് ഒന്നര ചെയ്ത് ഇനി തുറന്നു പഠിക്കും റെഡിയല്ലേ ഓക്കെ ട്രെയിനിൽ വെച്ചു ഓക്കെ ഞാൻ മാറി ശരിയായി റെഡിയല്ലേ ആ റെഡി ഷൂട്ടിന് വന്നതാണ് വിഷയം. ഓക്കെ റെഡി 3 2 1 കളിച്ചു അതിനാ വീഡിയോ എന്തായാലും ഓഫായതാ. കംഫർട്ട് ഇനി ഇവന്റെ കഴുത്തേൽ ഇങ്ങനെ പിടിക്കുക. ആ സാധനം മറ്റേ കൈ ഇങ്ങനെ ഇടിക്കാനും കൂടെ തുറന്ന് ചുടി ഇവിടെ നിൽക്കുക. ചുടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക. അല്ല ഇച്ചും കൂടെ തന്നെ നീങ്ങുന്നു. ഇങ്ങോട്ട് തന്നെ നീങ്ങുന്നു. ഇവിടെ വെട്ട വിടുന്നതായിരുന്നേ. ഇങ്ങോട്ട് തിരിഞ്ഞിക്കാവോ? എടാ കൈ മാറ്റിട്ടാ പിങ്കി. കൈ താത്തില്ല നിന്റെ ഗ്ലൗവില്ലെന്ന് അറിയരുത്. തല അപ്പുറ സൈഡിലേക്ക് വെക്ക്. ഇപ്പുറ സൈഡിലേക്ക് തിരിച്ചിട്. ആ ദേഷ്യത്തിൽ നോക്കടാ. ഓക്കെ പാക്കപ്പ് റെഡി കഴിഞ്ഞു. ഇതാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഉള്ള കഷ്ടപ്പാടുകൾ. ഇവന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു പരിപാടി എടുക്കുന്നത് കഴിഞ്ഞാണല്ലോ നടപടിയുള്ള കേസല്ല. അപ്പോൾ നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കിന്ന് ലൊക്കേഷൻ തന്നത് തൊഴിലുള്ള ഈസ്റ്റീൻ്റെ ജിമ്മാണ്. നമ്മുടെ സീനിയർ ആയിരുന്നു വലിയ. അപ്പം ഫിറ്റ്നസ് ക്ലബ് നിങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ളതല്ലേ? അപ്പം ഇവൻ്റെ അമ്മ ഇവൻ്റെ ചേട്ടൻ ഇവിടെയാണോ? ചേട്ടൻ ഇവിടെയല്ല. വന്നിട്ട് വർക്കൗട്ട് ചെയ്ത്. അപ്പം ഇപ്പം എൻ്റെ ഔട്ട് ഇനിയിപ്പോൾ ചെന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്യണം. വലിയ കഷ്ടപ്പാടല്ലേ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ബൈ. താഴെ ഇറങ്ങിട്ടോ.
നിനക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഷൂട്ടിന്റെ? അടിപൊളിയായിരുന്നു. ഞാനും കാണാനല്ലേ ചാരിത്രം പോയി. ചാരിത്രം പോയി. കണ്ണാടി എന്തി എങ്ങനെയുണ്ടാ ഷൂട്ട്? എങ്ങനെയാ? ഇതിന്റെ ഉത്തരം നിനക്കറിയാലോ, അത് മതി. ബാക്കി നിന്റെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, അടിപൊളി ആംബിയൻസ് ആണ് സെറ്റപ്പ് ആണ്. ഗ്ലൗസ് കഴുകി വെക്കണം. അത് വേർക്കുന്ന വേർക്കൂടെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും സാധനം വേർക്കും. ക്യാമറ ഓണായപ്പോ അവൻ നന്മ ഒന്നും പറയണ ഒന്നും പറയാൻ പറ്റില്ല. ജിത്തു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അത് നിന്റെ അതൊക്കെ ഉണ്ടാക്കല്ലോ. ഹോട്ടലടിക്കാൻ പറ്റത്തില്ല. ശരി, നമുക്ക് അതൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. യൂട്യൂബിലേക്ക് നമുക്ക് ഇടുമ്പോഴത്തേനും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യരുതെന്നുള്ളത് ഒരിക്കലും നടക്കില്ല. വെറുതെ ചെക്ക് ലിസ്റ്റ് ഒക്കെ നടക്കും. ആദ്യം ചെയ്യേണ്ടത് തെറി ബാൻ ചെയ്യണം. അത് പറ്റത്തില്ല. ഞാൻ അവതരിപ്പിക്കുന്നു ഡോംസിന്റെ A5 സ്കെച്ച് ബുക്ക്. ഷാഡോ ആർട്ടിസ്റ്റുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കെച്ച് ചെയ്ത് തരുന്നത്. ചാണകത്തിൽ ചവിട്ടി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചവിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ വിളക്ക് മനു മഹേഷ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഖേദം അറിയിക്കുന്നു. അവനുവേണ്ടി 1 മിനിറ്റ് സൈലൻസ്. ഒരു മിനിറ്റുള്ള ആളൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് വീണ്ടും ഉറപ്പാറ വന്നേക്കാണ്. ഇപ്പൊ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. എടാ കോമഡി സൂന്ന് പറഞ്ഞതിന് അവിടുത്തെ എടാ നിക്ക് സൂവിന്റെ ഒരു കഥയുണ്ട്. വെള്ളമാക്കി അതല്ല പറയണ്ടാ. പേരെന്നടാ? അവന്റെ പേര് ജസ്വിൻ. നമ്മുടെ ജിമ്മണന്റെ കാട്ടുണ്ടോ? എനിക്ക് മറ്റേ നമ്മുടെ ജിംസണിന്റെ ഞാൻ അതത് ജിംസണിന്റെ നീ വരയ്ക്കുന്നേന്നാ. പിന്നെ മറ്റൊരു പയ്യനില്ലേ ഫെബിൻ ഇല്ലേ? ഫെബിന്റെ ഷേപ്പ്, ഫെബിന്റെ നല്ല ഷേപ്പ് ഉണ്ട്. ശരിയാ. ഇത് നല്ല എളുപ്പമായിരുന്നു വരയ്ക്കാൻ. നിന്റെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ സ്ഥലമാണ് ഉറപ്പാറ. കൊള്ളാലോ. നമ്മള് 40 വന്ന് കാണിച്ചാടാവി. അവർക്ക് 40 40 വന്നല്ലോ. 10 വീഡിയോ കാണത്തുള്ളൂ. എടാ ഒരു മാസം തന്നെ നമ്മൾ 40 വരുന്നുണ്ട്. ശരിയാണല്ലോ. കണക്ക് ഇവന്മാരാണ് ആലോചിക്കാറുള്ളൂ. ഞാൻ വരാറേ ഉള്ളൂ. അല്ല, ഒരു മാസത്തിൽ 30 ദിവസമല്ലേ ഉള്ളൂ. ശരിയാണല്ലോ. ഒരു മാസം 30 ദിവസം ഉള്ളൂ. പറഞ്ഞ് 40 വരത്തില്ലേ? ഒരു ദിവസം 40 വന്നോ. ബാ വണ്ടിക്ക് പെട്രോളിൽ പോയിട്ട് വരാം. ഗൂഗിൾ സിരാജ് പേറ്റന്റ് കൊടുത്തേക്കാം. ഓ നമുക്ക് വണ്ടി സ്ക്രീനിൽ ആഡ് ചെയ്താൽ പെട്രോൾ ഇല്ല. വലിയ വലിയ നിർത്താൻ ഞങ്ങൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പല്ല കമ്പിട്ടേക്കുന്ന അതിനാ പല്ലേ കറ സിഗരറ്റിന്റെ കറ നിക്കോട്ടി മോണേല ഒരുടെ അവസ്ഥ. എനിക്കൊന്നും പറയാ. എല്ലാം ജിത്തുവിന്റെ അപ്പനെ വലിക്കാൻ പഠിപ്പിക്കുക. ഞാൻ ടോമിയാണ്ടന്റെ പഴയ കൂട്ടുകാരാ. ഞാനാ ടോമിയ. ടോമിയ കാണുന്നതാണ് തൊടുപുഴ ടൗൺ. എടാ അരവക്കട്ട മുണ്ടമേ അവിടെ കാണാവോ? നിനക്ക് ഇത് എന്നാന്ന് മനസ്സിലായോ? എടാ നീ പടം വരച്ച എല്ലാം കാണിച്ചില്ലേ? നീ മരിയവൻസിന്റെ കാണിച്ചേ. മരിയവൻസിന്റെ പിന്നെ കാണിക്കാം. കാണിച്ചായിരുന്നു. ഒന്നുകൂടെ കാണിക്കാനേ. ഞങ്ങള് കണ്ടില്ലെന്ന് കാണിച്ചു തരാലോ. ഹേ മരിയ. അല്ല മരിയക്ക് ബ്രോ ഒന്ന് കാണാനുള്ള ഒരു ജോയല് സ്റ്റോറി ഷെയർ ചെയ്ത് കൊടുത്താൽ അയച്ചു കൊടുത്താൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തോളാലോ. ഗസ്റ്റ് പേഴ്സൺ അയച്ചു കൊടുക്കണം. ഈ വരച്ചവരെ എല്ലാവർക്കും അയച്ചു കൊടുക്കണത്. നീ ഗിവ് അവേയുടെ ഒക്കെ വരച്ചു കൊടുത്തോടാ. അവൻ നീ ഗിവ് അവേ വെച്ചിട്ട് ഫോട്ടോഷൂട്ടിൽ ആരെങ്കിലും എടുത്തു കൊടുത്തോ? ഇല്ല. വീഡിയോ ഇറങ്ങിട്ട് ഒരു മാസം. ഓണം വരെ എനിക്ക് സമയമുണ്ട്. അയ്യോ ഇതൊക്കെ ചെയ്തു കൊടുക്കും. ഓണത്തിനുള്ള പ്രീ ഷൂട്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഓണം അടുത്ത മാസം. അതിനിപ്പോ വൈകുന്നേരം ആയി കഴിഞ്ഞാലും വിശന്നിട്ട് തിന്നാൻ വേണ്ടി വന്നാ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ആ സാധനം ഇവിടെ ഇരുന്ന് വീണ്ടും കണ്ടോണ്ടിരിക്കുന്ന ഒരുത്തൻ കോപ്പിറൈറ്റ് അടിക്കും. സ്വന്തം അഭിനയം കാണുന്നത് ഞാൻ. നീ എന്താ കഴിക്കുന്നത്? കോപ്പിറൈറ്റ് അടിക്കുന്നത് ഞാൻ അൽഫാം മന്തി ചെസ്റ്റ് പീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നീ എന്താ പറഞ്ഞേ? ഞാൻ ബീഫ് ബിരിയാണി. ഇത് സ്ഥലം ഏതാ? ഇത് പട്ടയങ്കവല. പട്ടയങ്കവല കഴിഞ്ഞിട്ടാ. പട്ടയങ്കവല കറക്റ്റ് കുന്നം ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ വലത് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. പണ്ട് ഫലക്കുന്നായിരുന്നു പേര്. അപ്പോൾ അവരുടെ പേരെന്തോ മാറ്റിയിട്ടുണ്ട്. എന്തോ കഫേ ഹബീബി എന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടുത്തെ ഇങ്ങനെ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നത്. അതെ, ബ്രോസ്റ്റഡ് ആണെന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ സംഭവം. ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഞാനൊരു പെരി പെരി ഓർഡർ ചെയ്തു. സോ
ജോയലിൻ്റെ ക്വാർട്ടർ അൽഫാം മന്തി വന്നു. ഇവരൊരു അൽഫാം മാത്രമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഗുണമല്ല. മെയിനൈസ് സുത്തുമ്പർ ഇത് തന്നെയാണ് ഇത്. അത് മറ്റേ ചട്നിയായിരിക്കും. ഓക്കെ. താരേ പസന്ത് മേരി. വിശന്ന് കത്തിയൊക്കെ ആയതുകൊണ്ടാണ് ജിത്തു വന്ന വഴി ഇവൻ്റെ കയറി പിടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നല്ല ക്ഷമ കാണിക്കണം. ഇതെല്ലാവരും നല്ല കപ്പല. ഞങ്ങൾക്കുള്ള സാധനം വന്നു. ഇത് പെരി പെരി അൽഫാം. എനിക്കൊരു ഫുൾ ബിരിയാണി. ഇത് ജൂനിയർ മുതലാളി, ശരിക്കുള്ള മുതലാളിയെ കാണിച്ചു തരാം. സെറ്റ് പിടി കിട്ടും. വലിയ വില എല്ലാവർക്കും പേടിയാ. അതെ അതെ, കൊച്ചു പൊടിച്ചിട്ടടിക്കും. ഡെൽറ്റ സിസ്റ്റംസിലെ പുരസ്കാരങ്ങളും എല്ലാം വേണത്. കൂടുതൽ QR കോഡാണല്ലോ. കൂടുതലും UPID. ഹലോ ഗൈസ്, അവന്മാര് കേൾക്കണ്ട. ഞാൻ ജോയൽ ജോർജ് AKA ഷാഡോ ആർട്ടിസ്റ്റ്. മമ്മി വിളിക്കുന്നു. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷർട്ട് ഇത് കോളർ റേഡിയിൽ ഷർട്ട് ഇത് കൊള്ളാലോ കളി. ഹലോ